നമസ്കാരം, ഞാൻ ജിനീഷ് ശാന്തി യോഗ. ഇന്ന് ക്ലാസ്സുകളിൽ വരുന്ന ആളുകൾക്ക് തന്നെ കുറേ ആളുകൾക്ക് ഈ ഒരു സീസണിൽ എനിക്ക് തോന്നുന്നു കാലാവസ്ഥയുടെ പ്രയാസങ്ങൾ കൊണ്ടായിരിക്കാം ത്രോട്ട് സംബന്ധമായ പ്രശ്നങ്ങളും കോൾഡും അലർജിയും കുറേ ആളുകൾക്ക് കണ്ടിരുന്നു. ഇതിന് നമുക്ക് അലർജിക്ക് കൃത്യമായി നമ്മൾ നോർമൽ ലെവലിൽ നമുക്ക് പിടിച്ചു നിൽക്കുവാൻ സാധിക്കുന്ന മുദ്രാ തെറാപ്പികളൊക്കെ നമുക്ക് കൂടുതൽ നമ്മുടെ ശരീരത്തിന് പ്രാണിക് എനർജി നൽകുകയും രോഗപ്രതിരോധ ശേഷി കൈവരിക്കുന്ന ഒരു സിലബസാണ്. ഇമ്മ്യൂൺ സിസ്റ്റം നമ്മൾ തകരാറിലാവുമ്പോഴാണ് നമുക്ക് കൂടുതലായി ഇത്തരം പ്രശ്നങ്ങൾ നമ്മളെ അലട്ടുന്നത്. ഇതിന് നമുക്ക് ഒരു വാദമുദ്രയുണ്ട്. വാദമുദ്ര നമ്മളെ ഈ 5 വിരലിൽ ചൂണ്ടുവിരലും നീളം കൂടിയ വിരലും തള്ളവിരൽ കൊണ്ട് നല്ല അമർത്തി പിടിക്കുക. ഈ മുദ്ര ബാക്കിയുള്ള മോതിരവിരലും ചെറുവിരലും നിവർന്നിരിക്കും. വാദമുദ്ര പ്രാക്ടീസ് ചെയ്യുന്നത് നോർമൽ ലെവലിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത്, ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത്, അതുപോലെ നമുക്ക് TV കണ്ടിരിക്കുന്ന സമയത്ത്, ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഒരു 5 നേരമെങ്കിലും ദിവസേന ഇത് ഒരു 20 മിനിറ്റ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ശരീരോഷ്മാവ് വർദ്ധിക്കുകയും ശരീരത്തിലുണ്ടാവുന്ന നെഗറ്റീവ് തോട്ട്സുകളെയൊക്കെ പൂർണ്ണമായും അകറ്റി നിർത്തുകയും നമ്മളെ നെർവുകൾക്കും നമ്മുടെ ത്രോട്ട് സംബന്ധമായ ചൊറിച്ചിൽ പ്രശ്നങ്ങൾ, അതായത് നമുക്ക് വല്ലാതെ ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്ന തുമ്മലുകൾ, ഇതിനൊക്കെ ഈ വാദമുദ്ര നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കും. അപ്പോൾ വാദമുദ്ര നിങ്ങൾ പ്രാക്ടീസിൽ ഉൾപ്പെടുത്തി നിങ്ങൾ വെറുതെ യാതൊരു ബുദ്ധിമുട്ടും ചെലവുമില്ലാത്ത ഈ മുദ്ര നിങ്ങൾക്ക് നല്ലൊരു ഫലപ്രദമായ ഒരു റെമഡിയായി മാറുന്ന യാതൊരു സംശയമില്ല. നിങ്ങളത് ഒന്ന് പരിശീലിക്കൂ. അതിന്റെ മാറ്റങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കട്ടെ. ഇതിന്റെ ഗുണഫലങ്ങൾ നമുക്ക് അനുഭവിച്ച് നമ്മൾ വല്ലാതെ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് മുക്തി നേടുവാൻ നമ്മളെ സഹായിക്കുന്നതായിരിക്കും. ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തുന്നു, വാദമുദ്രയാണ്. നമ്മളെ ചൂണ്ടുവിരലും അതുപോലെ തന്നെ നീളം കൂടിയ വിരലുമാണ് മടക്കി പിടിക്കുന്നത്. ഈ മുദ്ര തള്ളവിരൽ നല്ല അമർത്തി പിടിച്ചു കഴിഞ്ഞ് വളരെ ഫ്രീ ആയിട്ട് ഇരിക്കുക, അല്ലെങ്കിൽ നോർമൽ ലെവലിൽ റിലാക്സ് ചെയ്തിരിക്കുമ്പോൾ, അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന സമയങ്ങളൊക്കെ ഈ മുദ്ര പിടിക്കുന്നുണ്ട് യാതൊരു പാർശ്വഫലങ്ങളും ഉണ്ടാകില്ല. നിങ്ങൾക്കതിന്റെ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കട്ടെ. താങ്ക് യു.